നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം അല്ലാതെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ റൂമിൽ നമ്മൾ വീട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ അപ്പൊ ഡ്രങ്കന്റെ ഒരു സുഹൃത്തിനെ അവിടെ വെച്ച് കണ്ടു. എവിടെയോ വെച്ച് രണ്ട് കുടിയുന്നവർ കണ്ടവന്റെ അറിയാം. ഏടല്ലേ റൂം ഏടല്ലേ? ഓക്കെ. ഡ്രങ്കൻ എന്തുവാ കയ്യില്? പലചരക്ക് സാധനങ്ങളാ? അതെ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം, ഞങ്ങളെ സംബന്ധിച്ചോളം കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫേവറേറ്റ് റൂമിലേക്ക് തന്നെ പോകണം. എപ്പോഴും കാണാതിരുന്ന് തന്നെ അടിച്ചടിച്ച് നമ്മൾ മടുത്തു. ചിലർക്കൊക്കെ ഭയങ്കര പരാതിയാണ്, നമ്മൾ വണ്ടിക്കകത്തിരുന്ന് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച് ദൂരെ എവിടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പോകാനൊക്കെ. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ നമ്മുടെ സ്വന്തം റൂമിലിടാണ് വെള്ളവടി പരിപാടി എല്ലാം കാര്യങ്ങളും. അത് കഴിഞ്ഞൊരു സ്പെഷ്യൽ പരിപാടികളും കൂടെ ഉണ്ട്. സോ ആരും മിസ്സാക്കരുത്, കാണുക. അല്ലെ, കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരുപാട് കാലത്തെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് നമ്മൾ അവിടെ പോയിരിക്കും. ഒരു കാര്യമുണ്ട്. അതെ, ഡ്രങ്കൻ എന്താണ് ആലോചിച്ചത് ഡ്രങ്കൻ അറിയത്തില്ല. എന്തായാലും അതൊന്നും അല്ല, എന്തോ ആയിക്കോട്ടെ, ചിലപ്പോ അതേ കാര്യം ആയിരിക്കാം, ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ എന്താണോ ആലോചിച്ചത്? എന്തൊക്കെയാണോ ആലോചിക്കുന്നത്? ഡ്രങ്കന്റെ രോഗത്താണ്. ഇനി വേറെ വല്ലതും അടിക്കാൻ വല്ലതും പോകുന്ന കാര്യത്തെ കുറിച്ച് വല്ല ആണോ ഇവൻ പറയുന്നത്? എന്തൊക്കെയാണ് ഡ്രങ്കൻ ആലോചിക്കുന്നത്? എന്റെ കൂട്ട് കൂട്ടും. സോ എല്ലാവർക്കും മത്തി ലോകത്തേക്ക് സ്വാഗതം. പിടിച്ച് അല കൂടി. ഓക്കെ, നമ്മൾ ഇന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഏതോ ഒരു സാധനം ഏതാണെന്ന് ഓർക്കില്ല, ബക്കാടിയല്ലേ, ഏത് വൈറ്റം വേണ്ടത്, നമ്മുടെ സ്റ്റിങ്ങുമായിട്ട് കഴിച്ചത്. സ്റ്റിങ് അല്ല, നമ്മുടെ റെഡ് ബുള്ളുമായിട്ട് കഴിച്ചത്. എനിഹാവ് എന്തും ആയിക്കോട്ടെ. അപ്പൊ എന്നിരുന്നാലും ഇന്നും അതേപോലെ തന്നെ നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നത്? മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക് അല്ല, ഒരു എനർജി ബൂസ്റ്റർ, ഒരു സ്പോർട്സ് ഡ്രിങ്കുമായിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഐറ്റം കഴിക്കാൻ പോകുന്നത്. സോ കം ഓൺ. യെസ്, യാ, ദാറ്റ്സ് എ തിങ്. നിരത്തി വെക്കടോ അമ്മാരങ്ങ്. കോക്കോ കരി ഒരു നല്ലൊരു ബ്രാൻഡാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന്റെ കൂടെ ഇത് മിക്സ് ആകുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ മിക്സ് ആക്കും അല്ലേ ഡ്രാഗൻ? ഇതെന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സാധനമാണ്. ഗാറ്റോറേഡ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഡ്രിങ്ക് ആണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരുപാട് ലീനേജ് ഉള്ള ഒരുപാട് വിന്റേജ് സാധനമാണിത്. കാരണം പണ്ടുകാലം മുതലേ നമ്മൾ ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതാണ് ഗാറ്റോറേഡ് എന്ന് പറയുന്ന സാധനം. പണ്ടൊന്നും ഈ റെഡ് ബുള്ളും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും സ്പോർട്സ് ഡ്രിങ്ക് ആയിട്ട് എല്ലാവരും കഴിച്ചിരുന്ന ഒരു സ്ഥിരം സാധനമാണ് ഗാറ്റോറേഡ് എന്ന് പറയുന്ന സ്പോർട്സ് ഡ്രിങ്ക്. ബ്ലൂ ബോൾ ഫ്ലേവർ ആണ് നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത്. ഇത് 250 മില്ലിക്ക് 20 രൂപയാണ്. സൂപ്പർ ക്വാളിറ്റി സാധനമാണ്. ഞാനിത് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിച്ചു. ഇതിന്റെ മറ്റൊരു ഗ്രീൻ ഫ്ലേവർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ കോക്കനട്ട് റമ്മിന്റെ കൂടെ നമ്മൾ ഇത് തന്നെ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും സാധനം ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. താങ്കൾ റെഡിയല്ലേ മിസ്റ്റർ ഡ്രങ്കൻ? ഞാൻ ഒരു ലേശം ടെസ്റ്റ് ചെയ്തോട്ടെ, അത് എങ്ങനെയാണെന്നുള്ളത്. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. ശരിക്കല്ല, ഗ്യാസ് ഇല്ല. ഗ്യാസ് ഇല്ലാത്തത് ഫിസ് കാർബണേറ്റഡ് ഡ്രിങ്ക് അല്ല, അതാണ് നിറഞ്ഞിരിക്കണേ. ആ കളർ തന്നെ ഒരു അടിപൊളിയല്ലോ. അതെ, കടപ്പുറത്ത് പോയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഗ്യാസ് ഇല്ലല്ലോ, സൂപ്പർ തന്നെ. അധികം മധുരവും ഇല്ല. ഗാറ്റോറേഡിന്റെ മറ്റ് എനർജി ഡ്രിങ്കുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇത് അതിൽ നിന്ന് വേറിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞെങ്കിൽ, മറ്റുള്ള എനർജി ഡ്രിങ്ക്സിൽ എല്ലാം തന്നെ ഷുഗർ ഒരു നല്ല രീതിയിൽ ആഡ് ചെയ്യും, നല്ല മധുരം. അല്ലെ ഡ്രങ്കൻ? നമ്മൾ കഴിച്ചപ്പോഴൊക്കെ കൊടും മധുരമാണ്. കഴിക്കാൻ സുഖമാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും മധുരം പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടേ മധുരമുള്ളൂ. നമുക്ക് ഒരു തരത്തിലും മത്ത് പിടിപ്പിക്കുകയോ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള രീതിയിലോ ഇത് പറ്റുന്നില്ല. പ്യൂർ ആയിട്ടുള്ള സ്പോർട്സ് ഡ്രിങ്ക് ആണ്. കോക്കോ കരിമ്പ് നമ്മൾ കുറെ നാൾക്ക് മുമ്പ് മേടിച്ചതിന്റെ പെൻഡ് ചെയ്യുന്ന ബാലൻസ് ഇത്രയുള്ള സാധനമുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. സോ ഞാൻ ഒഴിച്ചേക്കിട്ട് ട്രൈ ചെയ്യും. ഏതാ നല്ല ഗ്ലാസ്? വലുത്? അതെന്തിനാ ചെറുത്? പെട്ടെന്ന് അടിക്കാം. ചെറിയ ഗ്ലാസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. കോക്കോ കരിപ്പ് ഇൻഫ്യൂസ്ഡ് വിത്ത് ഗാറ്റോറേഡ്. To do this, ഇത് നമ്മുടെ ഡ്രാഗന്റെ ചെറിയ സ്റ്റിക്കർ എവിടെയോ പണ്ടങ്ങാണ്ട് പറഞ്ഞ് താങ്കൾ പിടിച്ച ക്ലാസ്സാണ് കൊടുക്കുന്നത്. So this is MD's class. So it's time for the first cheers of this night. Cheers. പൊളിച്ച് അല്ലേ? അടിപൊളി. ആ കോക്കോ കരിവിന്റെ ആ ഒരു കോക്കനട്ടിന്റെ ആ ഒരു ഫീലും പിന്നെ ഗാറ്ററേഡിന്റെ ആ ഒരു ഫ്ലേവറും ആ ബ്ലൂ ലഗൂൺ പോലത്തെ ഒരു ഫ്ലേവറും രണ്ടും കൂടെ അങ്ങ് ചേർന്നപ്പോൾ സൂപ്പർ. കാരണം നമ്മൾ റെഡ് ബ്ലൂ ആയിട്ട് ട്രൈ ചെയ്തപ്പോഴേക്കും ആ മധുരം കൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാം, പക്ഷേ മധുരം ഒന്ന് കയറി മത്ത് പിടിപ്പിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനതില്ല. കാരണം മധുരം കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കത് ആസ്വദിച്ച് കഴിക്കാം. നമുക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നില്ല. കുടിക്കാനും വലിയ കട്ടിയില്ല. കോക്കോ കരിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് റമ്മാണ്. അതിന്റെ ABV തന്നെ വളരെ കുറവാണ് കമ്പയർഡ് ടു നോർമൽ ആൽക്കഹോൾസ്. ഇതിന്റെ ABV എന്ന് പറയുന്നത് 42.86% ഉണ്ട്, പക്ഷെ നമുക്ക് അത്ര ഒരു ഫീൽ വരത്തില്ല. അതാണ് കോക്കോ കരിപ്പിന്റെ ഒരു എഫക്ട്. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു കോക്കനട്ട് ആ ഒരു ഓയിലി ഫീൽ നമുക്ക് മടുപ്പ് വരത്തില്ല. പക്ഷെ അതിന്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഞങ്ങൾ വേണമെങ്കിൽ പറയും. താങ്കൾക്ക് അതല്ലോ ബാക്കി പറയാം. കാരണം ആ വെള്ളവും നമ്മൾ സോഡയൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഓയിലി ഫീൽ നമുക്ക് വരും. പക്ഷെ ലേശം മധുരം അതിലൂടെ ചേർന്നപ്പോഴേക്കും ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. അപ്പൊ ഇനി ഒന്ന് റിവ്യൂ ചെയ്ത് കഴിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ എന്തായാലും ചെറുതുറം പിടിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ ബ്ലൂ ലഗൂൺ അല്ല ഗാറ്റോറേഡും കൂടെ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. താങ്കൾക്ക് റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴുള്ള സ്മെല്ലാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സ്മെല്ല് നമ്മുടെ കോക്കോ കരിപ്പിന്റെ ആ ഒരു കോക്കനട്ട് ഫ്ലേവർ തന്നെയാണ് വരുന്നത്. ഗാറ്റോറേഡിന്റെ ആ ഒരു ഫ്ലേവർ. കാരണം ഇതൊരു മൈൽഡ് സാധനമാണ്. ഇതിനധികം ടേസ്റ്റും കുറവാണ്, മണവും കുറഞ്ഞൊരു സാധനമാണിത്, മധുരവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു അത്രയ്ക്കൊരു കട്ടിയുള്ളൊരു സാധനമല്ല ഈ ഒരു സ്പോർട്സ് ഡ്രിങ്ക്. അതുകൊണ്ട് തന്നെ കോക്കോ കരിപ്പിന്റെ ഫ്ലേവറിന്റെ ആ ഒരു കോക്കനട്ട് മണം തന്നെയാണ് ഇറച്ചു നിൽക്കുന്നത്. ഇനി ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. കോക്കോ കരിപ്പിന്റെ ഫീൽ ഉണ്ട്, പക്ഷേ ഗാറ്റോറേഡിന്റെ ഫ്ലേവറാണ് കൂടുതൽ ഇറച്ചു ചെയ്യുന്നത്. കാരണം നമ്മൾ കുറച്ച് ഒഴിച്ചുള്ളെങ്കിൽ പോലും ആ ഒരു ഫീലാണ്. അതെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ കോക്കോ കരിപ്പിന്റെ ഫ്ലേവർ ഉണ്ട്, പക്ഷെ ഇറച്ചു നിൽക്കുന്നത് ഗാറ്റോറേഡിന്റെ ടേസ്റ്റ് തന്നെയാണ്. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞേ, എല്ലാവർക്കും ഇത് കഴിച്ചിട്ട് ഒരു പക്ഷെ ഇഷ്ടപ്പെടുന്നില്ല. താങ്കൾക്ക് എങ്ങനെ, തന്റെ അഭിപ്രായം താങ്കൾ ചെയ്യും? എന്റെ അഭിപ്രായത്തില് ഫസ്റ്റ് എടുത്ത് വെച്ചപ്പോ തന്നെ ഇതിന്റെ ഡ്രിങ്ക്സിന്റെ അതിനുശേഷം അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് കോക്കോ കരിപ്പൻ അത് കുടിച്ചിട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് കോക്കോ കരിപ്പൻ ടേസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന അതെ മറ്റത് നല്ല തണുപ്പല്ലേ. ഇഷ്ടപ്പെട്ട സാധനങ്ങളാകുമ്പോ അങ്ങ് കമത്തും. ഗ്ലാസ് കയറുന്നതായതുകൊണ്ട് കുടിക്കുന്ന വയറ് വലുതാണല്ലോ എന്റെ. അറിയാം സ്മെല്ലെല്ലാം ഇത് തന്നെ കോക്കോ കരിപ്പിന്റെ തന്നെ. അതാണ് ഇതിന്റെ സാധാ ഒരു ഡ്രിങ്ക്സ് കുടിക്കുന്ന പോലെ ടേസ്റ്റ് മാത്രമല്ല അല്ലേ? അത്രേ ഉള്ളൂ. അല്ല, നമുക്കൊരു മദ്യം കുടിക്കുന്ന പോലെ എഫക്ട് വരുന്നില്ല. എല്ലാ കോക്കോ കരിപ്പിന്റെ ടേസ്റ്റും ഉണ്ട്. എന്നാ അടുത്തോണ്ട് മൈക്കൂടി പൊട്ടട്ടെ. മറിച്ചിടുമല്ലോ.
ടാസ്ക് ആയല്ലോ ഡ്രാഗൺ ജി. കറക്റ്റ്. നീര് കുടിക്കണമെന്നില്ല. ഓക്കെ, എനിക്കാണ് പച്ചടിച്ചത്. ഞാൻ തന്റെ ക്ലാസ് തിരിക്കുന്നു. ഒരു സ്ട്രോയും കൂടി എടുക്കേണ്ടതായിരുന്നു. പഠിച്ചോ. സംഭവം നോക്കുകയും ഇത് ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്ക് ലിക്കറിനൊക്കെ ടേസ്റ്റ് പറയാൻ കള്ള് കുടിക്കുന്നതായിട്ട് ഒരു പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആ ശരിയാ. അല്ലെങ്കിൽ ഒരു ടേസ്റ്റാ. അത് കുടിച്ച് തണുത്തൊരു കള്ളായിരിക്കുന്നത്. അതെ. ഡ്രങ്കൻ ഇതങ്ങ് ഇഷ്ടപ്പെട്ടെ. സാധനം കുഴപ്പമില്ല. ഇനി അടുത്തെന്തെന്നറിയാവോ? വോഡ്ക പ്ലസ് സ്റ്റിംഗ്. നാലിന്ന് പോയ സ്റ്റിങ്ങിന്റെ 500 മില്ലിയൊക്കെ ഇറങ്ങി. പക്ഷെ അതിന് പൊട്ടിങ്ങളൊക്കെ ടോണിക്കിന്റെ ടേസ്റ്റ് ടോണിക്കിന്റെ ഡ്രങ്കൻ ചിക്കൻ ഞാനാണ് പല പല ഐറ്റംസ് ഇതുപോലെ പരിചയപ്പെടുത്തിക്കൊണ്ടു. താങ്കൾ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടല്ലോ സ്റ്റിംഗ്. കഴിച്ചെങ്കിലും സ്റ്റിംഗ് എന്ന് പറഞ്ഞ പവർഫുൾ എനർജി ഡ്രിങ്ക് വളരെ സൂപ്പർ ടേസ്റ്റ് ആണ്. ക്രാൻബെറി ഫ്ലേവർ. അത് എനിക്ക് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഞാൻ മേടിച്ച് കുടിച്ചിരുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡ്രങ്കൻ ചിക്കൻ ഞാൻ അവിടെ മേടിച്ചിട്ട് അങ്ങനെ കൂടുതൽ എടുത്ത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോഴും പറഞ്ഞത് എന്തുവാണ് അത് നമ്മുടെ കപ്സറപ്പും ടോണിക്കൊക്കെ പോലെയാണെന്നുള്ളത്. അപ്പൊ ഇന്ന് കടയിൽ ഒരു സാധനം മേടിക്കാൻ പോയപ്പോ അവിടെ അതിന്റെ വലിയ കുപ്പി ഇരിക്കുന്നത് കണ്ടത്. 1 ലിറ്ററിന്റെ മറ്റേത് 20 രൂപ കുപ്പിയാണ്. പക്ഷേ സ്റ്റിംഗ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പക്ഷെ അത് ഈ ഒരു പുതിയ എഡിഷൻ സാധനം ഇറങ്ങിയപ്പോൾ അത് ടോട്ടലി വേസ്റ്റ് ആണ്. കാരണം അതിനകത്ത് മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ചെറിയ കയ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ സ്റ്റിംഗ് നമുക്ക് എന്തായാലും ഒരു വീഡിയോ നമ്മൾ ചെയ്യും. ഡ്രങ്കനെ കൊണ്ട് കുടിപ്പിക്കാം. അപ്പൊ തൽക്കാലം ഞാൻ ഈ ബ്ലൂ ലെഗൂൺ അടിക്കട്ടെ. പഴയ റസ്നയൊക്കെ കഴിക്കും. റസ്നയുടെ വേറെ ഏതെങ്കിലും ഒരു റസ്നയാണ് ഓർക്കുന്നില്ല. പഴയ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ കടയിൽ നിന്നൊക്കെ കിട്ടും. ഓർമ്മയുണ്ടോ? നമ്മള് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നില്ല 2,000 രൂപയ്ക്കൊക്കെ. അതിന്റെ ഒക്കെ ഒരു ഫീല് വരുന്നുണ്ട് ചില സമയത്ത് എവിടെയൊക്കെ. എന്തായാലും സംഭവം കിടുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തോട്ട് മൈക്കൊടി തീർക്കല്ല. ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്താലോ? ഇപ്പൊ അടിക്കണ്ട. നമുക്ക് പോയി ഫുഡ് കൂടെ മേടിച്ചോണ്ട് വരാം. അല്ല, ഫുഡ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അല്ലെ പിന്നെ വെള്ളമില്ല. വെള്ളം ഇത് കുടിച്ചാൽ മതിയല്ലോ ഫുഡ് മേടിച്ചിട്ട്. അതാവുമ്പോ നൈസായിരിക്കും. ചേർത്ത് ഒഴിക്കുന്ന പോവല്ലേ, മനസ്സ് പഠിപ്പിക്കണ്ട. പോ. എന്താ ഉദ്ദേശം? എന്താ ഓക്കെ പടച്ചോ ഡ്രാഗൺ ജി. നമ്മൾ ഫസ്റ്റ് റൗണ്ട് CS വെച്ചാണ്. സാധാരണഗതി ഡ്രാഗൺ ജി വേണ്ട എന്നൊക്കെ തോന്നും. പക്ഷെ ഇന്ന് ആസ്വാദനം. സൗണ്ട് കേട്ടത് വേറെ കൊണ്ടല്ല, കുടിക്കുമ്പോ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ബുദ്ധി. അതാണ് കുടിച്ച് ആസ്വദിച്ച് കുടിക്കുന്ന സൗണ്ട് ആയി കേട്ടത്. അപ്പൊ ഈ ഫുഡ് പിടിക്കാൻ പോയല്ലോ. പാടോ, സമയങ്ങളുണ്ട്. വാ. വേറെ നോക്കിയുണ്ടേ. ആ താക്കോല് പുറത്തേക്ക് ഇട്ടിട്ടാണ് ആരും ചെയ്ത് നന്നായിട്ട് പൂട്ടിയിട്ട് പോയിക്കളെ. അതിനല്ലേ ചെല്ലു പറഞ്ഞു. സോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡ് മേടിക്കാൻ പോവാണ്. നമ്മൾ തട്ടുകടയിലോട്ട് പോകണം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. ഗായ്സ്, അന്യായ തിരക്കാണ്. ഇതാണ് പ്രോബ്ലം. നമ്മൾ ഒരു തരത്തിലും വിടത്തില്ലല്ലോ. അതാണ് വൈകിട്ട് ഇങ്ങോട്ട് വന്നാണ് വണ്ടികളങ്ങനെ. ഒരു വർഷത്തിന് മുമ്പാണ് നമ്മളൊരു നേരിട്ട് പോയത്. അപ്പോ നമ്മുടെ സ്ഥിരം എന്ന് ചോദിക്കുന്നില്ല, അന്നത്തെ ഐറ്റം ഇപ്പോഴും ഉണ്ടോ? പൊറോട്ട, കപ്പ, ഇടിയപ്പം, ദോശ, മത്തിക്കറി ഉണ്ടോ? അതാണ് നമുക്ക് വേണ്ടത്. ചേട്ടാ, പാഴ്സലാണ്. പാഴ്സൽ മതി. പൊറോട്ട ഉണ്ട്, കപ്പയുണ്ട്, ഇടിയപ്പം ഉണ്ട്, ദോശ. എന്ത് വേണോ? പൊറോട്ട, കപ്പ,
എനിക്കൊരു സംശയം, ഞാൻ ആ ഒരു വർഷത്തിന് മുമ്പ് കഴിച്ച ആ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും വേണം. പൊറോട്ടയും മത്തിക്കറി. മുളക് കറിയല്ലേ തനിക്ക് കപ്പയോ? കപ്പയും മീനും. പാഴ്സല് പാഴ്സല്. കറി ചിക്കനുണ്ട്, ചിക്കൻ പാർട്ടുണ്ട്, കത്താർച്ചയുണ്ട്, ചാണക്കറിയുണ്ട്. എന്ത് വേണം? ചാളക്കറിയാ? അതിനല്ലേ മത്തിക്കറി ഞാൻ പറഞ്ഞു. രണ്ടും തന്നെയല്ലേ? കറി എടുക്കുന്നത് ചേട്ടൻ ഇവിടെ എത്ര കൊല്ലം ഇവിടെ തുടങ്ങിയിട്ട്? ഈ ലൊക്കാലിറ്റി തന്നെയാണോ? അല്ലല്ലോ, ഇവിടെ തന്നെയാണ് നേരത്തെ. പൊറോട്ട ഒരു 3 പൊറോട്ട മതി. ഫ്രഷ് പൊറോട്ടയാ. ഒരു ചിക്കൻ പാർട്ടി എടുത്തു. അതിനകത്ത് മീൻ കറി. സൂപ്പർ ചാള കേട്ടോ. രാത്രി എത്ര മണി ഉണ്ട് ചേട്ടാ? 12 മണി. രാവിലെ വൈകുന്നേരം മാത്രം. വൈകുന്നേരത്തെ കസ്റ്റമേഴ്സ് ആണല്ലോ ഇവിടെ. ആ ഒരു ബാക്കി കുറെ നാളായിട്ട് വിചാരിക്കും. കുറെ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കും ഇങ്ങോട്ട് പോകാം. പക്ഷേ നമ്മുടെ സമയവും സന്ദർഭമൊന്നും ശരിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ പോയിട്ട് ഞാൻ കണ്ടത്. അപ്പൊ ഉറപ്പിച്ച് ഇത് എന്തായാലും ഇവിടെ വരുമെന്നുള്ളത്. എന്താണ് അത് പറഞ്ഞില്ലല്ലോ. ചിക്കനുണ്ട്. ഞാൻ പാർസൽ ചിക്കൻ വെച്ചിട്ടാണ്. ബീഫിന്റെ ഐറ്റം ഒന്നുമില്ല. ബീഫില്ല. ആ എത്രയാണല്ലേ നമ്മുടെ നമ്മുടെ ഓക്കെ. അപ്പൊ ഇനിയും വരാം. മറ്റുള്ളവരോടൊക്കെ പറയുന്നുണ്ട്. അതെ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ജംഗ്ഷന്റെ ഇവിടുന്ന് ഒരു 100 മീറ്റർ വേണ്ടല്ലോ. ഒരു 100 മീറ്റർ കഷ്ടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കിഴക്കേ സൈഡ് നമ്മുടെ സ്കൂളിന്റെ പറ്റിയുള്ള ഒരു കടയാണ്. വളരെ പാരമ്പര്യമുള്ള കടയാണ്. 10-20 വർഷത്തെ പഴക്കമുള്ള കടയാണ്. അപ്പോൾ 1 വർഷമായിട്ടുള്ള ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ട് ആ ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ ഞാൻ വന്നിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നടന്ന് കുഴഞ്ഞ് കാലിന് ഫിലമെന്റ് ഇല്ല. കാലിന്റെ പരിപാടിയെല്ലാം തീർന്നു. അതെ, ഈ 4-ാം നിലയിലുള്ള പരിപാടി ഇത്തിരി ബോറും പരിപാടിയായിട്ടാ മനുഷ്യന്റെ പണി തീരും. അപ്പോൾ ഇന്ന് നമ്മൾ തട്ടുകട സ്പെഷ്യൽ ഏറെ കാലത്തിന്റെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്റെ തട്ടിൽ പറഞ്ഞെങ്കിൽ പൊറോട്ട വിത്ത് ചാളക്കറി AKA മത്തിക്കറി, അല്ലെങ്കിൽ മാക്രലാണോ അല്ല മാക്രൽ അയലയാണോ ഐ ഡോണ്ട് നോ. എന്ത് പണ്ടാണെങ്കിലും നമ്മൾ മത്തിക്കറി എന്ന് പറയുന്നത്. ഈ ഡ്രാഗൺ എന്തൊക്കെയാണ് വേണ്ടത്? ചിക്കൻ പാർട്സ്, ഇന്നെന്തായാലും പൊളിക്കും കേട്ടാ. ഞങ്ങൾ ഇത്ര അടിച്ചതിൽ ഞങ്ങൾക്ക് ചെറിയൊരു മൂടുണ്ടല്ലോ. കോക്കോക്കരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്ര ഭയാനകമായിട്ടുള്ള മൂടും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു മൂടുണ്ട്. നമ്മൾ അധികം അടിച്ചതും ഇല്ല. സംഘം എന്തായാലും നീറ്റാണ്. നല്ലൊരു മൂടുണ്ട്. യെസ്. ഓക്കെ, പ്ലേറ്റും കാര്യങ്ങളൊന്നും വേണ്ട. കുടിയന്മാർക്ക് എന്തിനാ പ്ലേറ്റ് എന്നൊക്കെ പറയണം ആഗ്രഹമുണ്ട്.
എമോൺ ഡ്രാഗൻസി പൊട്ടിച്ചോളൂ. അതാണോ തന്റെ? അതാണല്ലോ തന്റെ പാർട്സ്. അപ്പൊ താൻ കപ്പയാണല്ലേ മേടിച്ചത്? നല്ല അടിപൊളി കണ്ടാടോ. അല്ല ആ കടുക് പൊട്ടിച്ചൊക്കെ ഇട്ടേക്കുന്നത് സൂപ്പർ അല്ലേ എന്നാ? ആരംഭിക്കാം. പിന്നെ തീർച്ചയായിട്ടും റംഗൻ കൊതിപ്പിക്കൽ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. നല്ല വെന്ത കപ്പയാലോടോ. ഒരു മുളകും ആ കരിവേപ്പിലൊക്കെ ഇട്ട് തോന്നുന്നുണ്ടല്ലേ കപ്പ മേടിച്ചാൽ മതിയായിരുന്നു. തോന്നും, പക്ഷേ സൂപ്പർ കപ്പ. മറ്റേ പൂവോലെ റംഗൻ കഴിച്ചിട്ട് റംഗനിന്റെ കൊതി വരുന്നു. കറി വേണ്ട, കറി വേണ്ട, എന്നാ കറിയും കൂടെ ആയാലോ? പിന്നെ പറയാം. റബ്ബർ പോലും പൊട്ടിക്കില്ല. അതെ, മത്തിക്കറി ആ കപ്പ പൊടിച്ചു പൊടിച്ചു അതിന് നടുക്കോട്ട് സാധനം വെക്കോ. ഇപ്പോഴത്തെ ഉണ്ടാകാം ആരോട്ട് ഒരു ദിവസം കപ്പ അടിപൊളിയാണ്. ഡ്രങ്കിന് ഇവിടത്തെ ഡ്രങ്കിൻ ചാറ് കൂടുതല. അതൊക്കെ കുറച്ചുകൂടെ വെച്ചാണ്. കടല പോലെ ഒരു മത്തിങ്ങ വാരത്തൂക്കി എടുക്കണോ വരത്തനെ. തലയ്ക്ക് വരത്തില്ല. ഷാർക്ക്, കൊമ്പൻ ഷാർക്ക്, കൊമ്പൻ സ്രാവ്. അടുത്ത നീളത്തിൽ തിരിമിങ്കലം. അത് ഐഡിയാണോ? അല്ലല്ല, മത്തിയ മത്തി. നന്നായിട്ട് വന്നിട്ടുണ്ടല്ലേ? കപ്പ അടിപ്പമുണ്ട്. ഈ തലകൂടി ആയപ്പോഴത്തേക്കും പൊളിച്ചു. ചാറ് കൂടുതലായിരിക്കും ശ്രദ്ധിച്ചു കഴിക്കണം. ചാറ് വേണോ? എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം. കുടംപുളി കഴിക്കുവാനില്ല. ഇല്ലല്ലോ, പിന്നെ ചത്തു ഇല്ല. ഗ്ലാമർ മർദ്ദിക്കും എന്നാ പറയാം. അടിപൊളി. കുടംപുളി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ? കുടംപുളി കഴിക്കുക. എത്ര നാളത്തെ ആഗ്രഹമെന്നറിയോ? പൊറോട്ടയും മത്തിക്കറിയും കഴിക്കണം. നമ്മൾ കൊച്ചിയിൽ പോയി രാവിലെ പൊറോട്ടയും അയിലക്കറിയും കഴിച്ചു. അത് പക്ഷെ മാങ്ങയുടെ കറിയാണ്. പക്ഷെ ഈ മുളക് കറിയായിട്ട് കഴിക്കുമ്പോഴാണ് മോനെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. പക്ഷെ കറക്റ്റ് കോമ്പിനേഷൻ കപ്പ തന്നെയാണ്. സംഭവങ്ങള് സ്വപ്ന സാക്ഷാത്കാരമൊന്നുമല്ല, ആഗ്രഹ സാക്ഷാത്കാരം. അതെ. ഓക്കെ, ഡ്രങ്കൻ ഇനി പാർട്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ വല്ലതും പറയണം? ചിക്കൻ ഒന്നുമില്ല. വേറെ ടച്ചിങ്സിന് മേടിക്കുന്ന ആൾക്കാർ. അതെ, മേടിക്കുന്ന
നിങ്ങൾക്ക് എന്തൊക്കെ പാർട്സ് ഉണ്ടാവും? ഇന്നത്തെ കട്ട്, കരള്, കഴുത്ത്, ഞാൻ കട്ടി കട്ടി ഇടുമല്ലോ. സവോള കിട്ടുന്നു. അത് ഞാൻ മറന്നു കാര്യം അവര് നമ്മുടെ ആ വീഡിയോ എടുക്കുന്നതിന്റെ തെറിവില്ലേ പുള്ളി തിരക്കിട്ടെ, ബാക്കിയുള്ള ഫുഡൊക്കെ പുള്ളി കാണിച്ചില്ല. അതെ അതെ, കക്കാർച്ചൂടെ മേടിക്കണേ, അത് വേറെ ദിവസം മേടിക്കാം നമുക്ക്. ഓക്കേ. അപ്പൊ എന്റെ ഈ പരുവത്തിനായി ഡ്രങ്കൻ എങ്ങനെ പരുവത്തിലായി നോക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്. ആ പിന്നെ ബിയറൊക്കെ അടിക്കാൻ നേരം ബിയറൊക്കെ അടിക്കാൻ നേരം ടച്ചിങ്സ് ആയിട്ട് സൂപ്പർ ആയിരിക്കും. പൊളിച്ച് സംഭവം പൊളിയിടും. എന്താ കഴിക്കുന്നില്ലേ? ഇത് താഴെ വീടല്ലേ? എല്ലാവരും മിക്സ് കഴിക്കാൻ പണി. അതെ, സന്തോഷമായിട്ട് അത് തീർന്നില്ലായിരുന്നു തന്റെ. നമുക്ക് ലാസ്റ്റ് റൗണ്ട് മയക്കൂടി ഒഴിച്ചങ്ങ് നിർത്തിയാലോ? അത് കുട്ടി തീർക്കണം എന്നൊന്നും ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. എന്താ നോക്കണം. ഓക്കേ, സിദ്ധിക്കാടിക്കുന്നു. Are you ready, Dragon J? Okay, guys, it's time to conclude this segment of Madhyapani the Drunkard. ഇതുപോലുള്ള പുതിയ പുതിയ ആശയങ്ങളും ഇതുപോലുള്ള കളർഫുൾ ഐറ്റംസുമായി MD and Drunken will be joining you in the next segment. So എല്ലാവർക്കും good night and the final cheers of this night is here. Cheers. സംഭവം പൊളിയാടോ? സംഭവം പൊളി, ഫുഡ് ഒരേ പൊളി. സോ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് യു ഓൾ. സംഭവം പൊളിയല്ലേ? ഇത് മാത്രം കുടിച്ചാലേ ഉള്ളൂ. വേറെ ഫുള്ളായി.